നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 36 കേന്ദ്രങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജം. വോട്ടെണ്ണൽ വിശദാംശങ്ങളുമായി നാളെ രാവിലെ 7:30 മുതൽ TCVയിൽ തത്സമയ വാർത്താ ബുള്ളറ്റിൻ. തൃശൂർ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തി സർക്കാർ ഉത്തരവായി. ജനറൽ ആശുപത്രിയാകുന്നതോടെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ എയ്യാലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. തൃശൂരിൽ പൂജാരി ആക്രമിച്ച ആഭരണങ്ങൾ തട്ടിയെടുത്ത കേസിൽ +1 വിദ്യാർത്ഥികളായ 2 പേർ ഉൾപ്പെടെ 4-അംഗ ഗുണ്ടാ സംഘം പിടിയിൽ. അറസ്റ്റിലായവർ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ജില്ലയിൽ 30ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. 6 പേർ അറസ്റ്റിൽ. ലക്ഷക്കണക്കിന് രൂപ കണ്ടെടുത്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഭാരതം ആര് ഭരിക്കുമെന്ന ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിന് നാളെ ഉത്തരമാകും. ദേശീയ തലത്തിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സംസ്ഥാന തലത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രാജ്യത്താകെ 989 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്ത് 36 കേന്ദ്രങ്ങളിലായി 140 വോട്ടെണ്ണൽ ഹാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പുലർച്ചെ 5 മുതൽ വോട്ടെണ്ണലിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. 8 മണിക്ക് ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണിത്തിട്ടപ്പെടുത്തുക. തുടർന്ന് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകൾ തിട്ടപ്പെടുത്തും. അരമണിക്കൂറിനകം ആദ്യ സൂചനകൾ ലഭ്യമാകും. 11ഓടെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം ഏറെക്കുറെ വ്യക്തമാകും. വൈകിട്ട് 4 മണിയോടെ എല്ലാ ഫലവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടും. തൃശൂരിൽ രാമവർമ്മപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുക. PG മെക്കാനിക്കൽ, ആർക്കിടെക്ചർ എന്നീ ബ്ലോക്കുകളിലാണ് വോട്ടെണ്ണൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 14 വോട്ടെണ്ണൽ മേശകളാണ് ഇവിടെ ഓരോ ഹാളിലും ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ അസംബ്ലി മണ്ഡലങ്ങൾ തിരിച്ചാണ് വോട്ടെണ്ണൽ നടക്കുക. ജില്ലയിൽ ഉൾപ്പെടുന്ന ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും, ചാലക്കുടി മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ എറണാകുളം തൃക്കാക്കര ഭാരതമാതാ കോളേജിലുമാണ് നടക്കുക. മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് സാമഗ്രികൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനുവദിക്കില്ല. കേന്ദ്ര സേന ഉൾപ്പെടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ഒരുക്കിയിട്ടുള്ളത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ മദ്യനിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ഘട്ടങ്ങളായാണ് 16-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ ഏപ്രിൽ 10-നായിരുന്നു തെരഞ്ഞെടുപ്പ്. 1 മാസത്തിലധികം നീണ്ട കാത്തിരിപ്പിനിടയിൽ കൂട്ടിയും കിഴിച്ചും എക്സിറ്റ് പോൾ ഫലങ്ങൾ അവലോകനം ചെയ്തും കഴിച്ചുകൂട്ടിയ സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും വോട്ടർമാരുടെയും ആകാംക്ഷയ്ക്ക് നാളെ മറുപടിയാകും. ന്യൂസ് ഡെസ്ക് TCV. രാജ്യം നാളെ വിധിക്ക് കാതോർക്കവേ വോട്ടെണ്ണൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ TCV ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 7:30 മുതൽ തത്സമയ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കും. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ വിശദാംശങ്ങൾ നൽകുന്നതിനൊപ്പം ദേശീയ വിശദാംശങ്ങളും TCVയിലൂടെ അറിയാം. തൃശൂർ മണ്ഡലത്തിന്റെ വോട്ടിംഗ് നില അറിയുന്നതിനായി പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നാൾ വഴികളിൽ 1996 മുതൽ 2009 അടക്കമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലഘുചരിത്രമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. 1996 ആകെയുണ്ടായിരുന്ന 543 സീറ്റിൽ BJPക്ക് 161 സീറ്റും കോൺഗ്രസിന് 140 സീറ്റും ജനതാദളിന് 138 സീറ്റുമാണ് ലഭിച്ചത്. ഇടതുകക്ഷികൾ 52 സീറ്റും കരസ്ഥമാക്കി. 58% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. വാജ്പേയി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെച്ചു. കോൺഗ്രസും സർക്കാർ രൂപീകരണത്തിൽ നിന്ന് പിന്മാറി. ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ പിന്തുണയോടെ ജനതാദളിന്റെ നേതാവും കർണാടക മുഖ്യമന്ത്രിയുമായ HD ദേവഗൌഡ പ്രധാനമന്ത്രി പദവിയിലെത്തി. മുന്നണിയിലെ തർക്കങ്ങൾ മൂലം ദേവഗൌഡ രാജിവെക്കേണ്ട അവസ്ഥ വരികയും IK ഗുജ്റാളിനെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. 1998 കോൺഗ്രസിന് 141 സീറ്റും BJPക്ക് 181 സീറ്റും ഇടതുകക്ഷികൾക്ക് 48 സീറ്റുമാണ് ലഭിച്ചത്. അണ്ണാ DMKയുടെ പിന്തുണയോടെ NDA സഖ്യം അധികാരമേൽക്കുകയും പ്രധാനമന്ത്രിയായി വാജ്പേയി സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്നാൽ 1 വർഷത്തിനുള്ളിൽ ADMK പിന്തുണ പിൻവലിച്ചതോടെ വാജ്പേയി സർക്കാർ നിലം പതിക്കുകയും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയുമായിരുന്നു. 1999
BJPക്ക് 152 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 114 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇടതുകക്ഷികൾ 42 സീറ്റും പ്രാദേശിക പാർട്ടികൾ 162 സീറ്റും കരസ്ഥമാക്കി. അദ്വാനി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയെങ്കിലും മൂന്നാം ഊഴവും വാജ്പേയിക്ക് തന്നെയായിരുന്നു പ്രധാനമന്ത്രി പദം ലഭിച്ചത്. 2004 543 കോൺഗ്രസ് 143 സീറ്റും BJP 138 സീറ്റും ഇടതുകക്ഷികൾ 59 സീറ്റും പ്രാദേശിക പാർട്ടികൾ 153 സീറ്റും നേടി. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കരുതിയവരെ ഞെട്ടിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദവിയിലേക്ക് അവരോധിക്കപ്പെടുകയായിരുന്നു. 2004 145 സീറ്റ് നേടിയെടുത്ത് 206 സീറ്റുകൾ കോൺഗ്രസ് കരസ്ഥമാക്കി. UPA സഖ്യം 261 സീറ്റുകൾ നേടി. BJP 116 സീറ്റിൽ ഒതുങ്ങി. NDA സഖ്യത്തിന് ആകെ ലഭിച്ചത് 159 സീറ്റായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരുന്നു പ്രകാശ് കാരാട്ട് നേതൃത്വം നൽകിയ ഇടതുപക്ഷത്തിന് നേരിട്ടത്. മെയ് 22 മൻമോഹൻ സിംഗ് തുടർച്ചയായി 2ാം തവണ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. കേരളത്തിലുള്ള 20 സീറ്റിൽ 13 കോൺഗ്രസ് കരസ്ഥമാക്കി. CPM-ന് 4 സീറ്റും മുസ്ലിം ലീഗിന് 2 സീറ്റും കേരള കോൺഗ്രസിന് 1 സീറ്റും ലഭിച്ചു. തൃശൂർ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തി സർക്കാർ ഉത്തരവായി. ഉത്തരവിന്റെ പകർപ്പ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചു. ഈ മാസം 8-നാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഔദ്യോഗികമായി പുറപ്പെടുവിച്ചത്. ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയാകുന്നതോടെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഏർപ്പെടുത്തും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പാവപ്പെട്ട രോഗികളാണ് ജില്ലാ ആശുപത്രിയെ കൂടുതലായും ആശ്രയിക്കുന്നത്. എന്നാൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ആശുപത്രിയിൽ ആവശ്യത്തിനില്ലെന്ന് ആക്ഷേപമുണ്ട്. 52 ഡോക്ടർമാരുള്ള ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ പേർ ചികിത്സയ്ക്ക് എത്തുന്നതിനാൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഇപ്പോൾ തന്നെ അപര്യാപ്തമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും ജില്ലാ ആശുപത്രി നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ എയ്യാലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. എയ്യാൽ മന്ത്രവാദി റോഡിന് സമീപം ഇന്ന് രാവിലെ 8:30ഓടെയാണ് അപകടമുണ്ടായത്. കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും തൃശൂർ പേരാമംഗലത്ത് നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമായി അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കാറിൽ സഞ്ചരിച്ചിരുന്ന കണ്ണൂർ പയ്യന്നൂർ കുഞ്ഞിമംഗലം മൂശാരിക്കോവിൽ വിലക്കരിയൻ വീട്ടിൽ 22 വയസ്സുള്ള സജിന, കാർ ഡ്രൈവർ കജേഷ് എന്നിവരാണ് മരിച്ചത്. സജിനയുടെ പിതാവ് സുരേഷ്, മാതാവ് ജമീല, ലോറി ഡ്രൈവർ പാലക്കാട് സ്വദേശി അനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ കെൽട്രോണിൽ പഠിക്കുന്ന സുരേഷിന്റെ മകൻ സജിനേഷിനെ കാണാൻ പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്ന കുടുംബം. ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാറിന്റെ പുറത്തേക്ക് തെറിച്ചു വീണ സജിന സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റവരെ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവർ അനിൽകുമാറിനെ ഫയർഫോഴ്സ് എത്തി ഡോർ വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ പൂജാരിയെ ആക്രമിച്ച് 4.5 പവന്റെ ആഭരണങ്ങൾ തട്ടിയെടുത്ത കേസിൽ +1 വിദ്യാർത്ഥികളായ 2 പേർ ഉൾപ്പെടെ 4-അംഗ ഗുണ്ടാ സംഘത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് പിടികൂടി. വരടിയം മാളിയേക്കൽ ജോബി, കൊണ്ടാഴി സ്വദേശി കൈപ്പക്കുന്നത്ത് പ്രശാന്ത് എന്നിവരടക്കമുള്ള 4-അംഗ സംഘമാണ് പിടിയിലായത്. കൊഴുക്കുള്ളി അയ്യരക്കുന്ന് ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജാരിയായ കൂർക്കഞ്ചേരി സോമിൽ നഗർ സ്വദേശി മുരുകേഷിനെ ആക്രമിച്ചാണ് പ്രതികൾ സ്വർണ്ണാഭരണം തട്ടിയെടുത്തത്. തൃശൂരിലെ സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഓട്ടുപാറ സ്വദേശി കോടംകുളത്തുകാട്ടിൽ രാജേഷിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത കേസിലും പ്രതികൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. അറസ്റ്റിലായ ജോബി കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കരടി മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസിൽ പ്രതിയാണ്. ചെറുതുരുത്തിയിൽ ചരക്ക് ലോറി തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ 22 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഒരാഴ്ച മുൻപാണ് പ്രശാന്ത് ജാമ്യത്തിൽ ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രായപൂർത്തിയാകാത്ത +1 വിദ്യാർത്ഥികളിൽ ഒരാൾ ഒളരി സ്വദേശിയും മറ്റൊരാൾ നടത്തറ സ്വദേശിയുമാണ്. നടത്തറ സ്വദേശിയായ +1 വിദ്യാർത്ഥിയാണ് ഗുണ്ടാ സംഘത്തിനു വേണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. അച്ഛന്റെ സമ്മതമില്ലാതെയാണ് വിദ്യാർത്ഥി ഓട്ടോറിക്ഷ ഓടിക്കാൻ ഇറങ്ങി തിരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുണ്ടാ സംഘത്തോടുള്ള ആരാധനയും കഞ്ചാവ് വലിക്കാൻ കിട്ടുമെന്നുള്ള പ്രലോഭനവുമാണ് വിദ്യാർത്ഥികൾ ഗുണ്ടാ സംഘത്തോടൊപ്പം ചേരാൻ കാരണമെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. തൃശൂർ ഈസ്റ്റ് CI ബിജു, SI ലാൽകുമാർ, ഷാഡോ പോലീസ് അംഗങ്ങളായ ഡേവിസ്, വിജയൻ, അൻസാർ, റാഫി, സുവർദ്ധകുമാർ, ഗോപാലകൃഷ്ണൻ, പഴനിസ്വാമി, ഉല്ലാസ്, ജീവൻ, ലിഖേഷ് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു.
ന്യൂസ് ഡെസ്ക് TCV. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൃശൂരിനും കൊച്ചിക്കുമിടയിൽ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്കും ചരക്ക് നീക്കത്തിനും പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന തൃശൂർ കൊക്കാലെ വഞ്ചിക്കുളം സംരക്ഷിക്കുന്നതിനും ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിനും മേയറുടെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചു. ഓണത്തിന് മുൻപേ വഞ്ചിക്കുളത്തിൽ ബോട്ടിറങ്ങും. പലതവണ ലക്ഷങ്ങൾ ചെലവഴിച്ചെങ്കിലും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന പഴമൊഴി പോലെ വഞ്ചിക്കുളത്തിന്റെ അവസ്ഥ ഇപ്പോഴും കുളമായി കിടക്കുകയാണ്. ഗതകാല സ്മരണകളിൽ വഞ്ചിക്കുളത്തിന് കുറേയേറെ വ്യാപ്തിയുണ്ടായിരുന്നു. തീരങ്ങളിൽ മണലും ഇത്തിളും മറ്റു ചരക്കുകളുമായി കൂറ്റൻ വഞ്ചികൾ കാത്തുകിടന്നിരുന്നു. എന്നാൽ വഞ്ചിക്കുളത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടിട്ട് ദശകങ്ങൾ പിന്നിട്ടു. അധികാരികൾ അറിഞ്ഞും അറിയാതെയുമുള്ള കയ്യേറ്റങ്ങൾ കുളത്തിനെ വല്ലാതെ ഞെരുക്കിക്കളഞ്ഞു. അവശേഷിക്കുന്ന വഞ്ചിക്കുളത്തെ രക്ഷിക്കാൻ മുൻ മേയർ ആർ ബിന്ദുവിന്റെ കാലത്ത് 75 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അന്നുമുണ്ടായിരുന്നു ബോട്ടിറങ്ങുമെന്ന പ്രഖ്യാപനം. എന്നാൽ അന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 50 ലക്ഷം പിന്നീട് കിട്ടിയതുമില്ല. വഞ്ചിക്കുളത്തെ വീണ്ടും അവഗണനയുടെ ചണ്ടി മൂടി. ഇപ്പോൾ മേയർ രാജൻ ജെ പല്ലന്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ വഞ്ചിക്കുളത്തെ സംരക്ഷിച്ച് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. തൃശ്ശൂരിലുള്ള ഒരുപാട് കുട്ടികൾക്കും യുവാക്കൾക്കുമൊക്കെ ഒരു ബോട്ടിങ്ങിനുള്ള അവസരം തൃശ്ശൂർ കുറവാണ്. തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇന്ന് തൃശ്ശൂരില്ല, ടൗണിൻ്റെ തൊട്ടടുത്തില്ല. അതുകൊണ്ട് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം BOT അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയുമായി ആലോചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഉടൻ തന്നെ യുദ്ധകാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പോലെ നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം സ്വകാര്യ പങ്കാളിത്തത്തോടെ വഞ്ചിക്കുളത്തെ ഒരു സായാഹ്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ഓണത്തിന് മുൻപേ ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് TCV. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ജില്ലയിൽ 30ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് റെയ്ഡ് നടത്തി. 7 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും പണവും നിരവധി രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തു. 6 പേർ അറസ്റ്റിലായി. പാലക്കാട് AR ക്യാമ്പിലെ ASI PA ജോസഫിനെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയന്നൂർ സ്വദേശിയാണ് ജോസഫ്. നിരവധി മുദ്രാപത്രങ്ങളും ചെക്ക് ലീഫുകളും ജോസഫിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊള്ളപ്പലിശക്കാരായ 2 പേരെ ചേർപ്പിൽ അറസ്റ്റ് ചെയ്തു. പെരുമ്പള്ളിശ്ശേരി സ്വദേശിയായ ഭരതൻ, ഇയാളുടെ സഹായി ജെയിംസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ വീടുകളിൽ നിന്ന് 5540 രൂപയും ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. കണ്ടാശങ്കടവിൽ ഫൈനാൻസിംഗ് നടത്തുന്ന അനുഗ്രഹ ഫൈനാൻസിൽ നടത്തിയ റെയ്ഡിൽ 19,000 രൂപയും മുദ്രാപത്രങ്ങളും മറ്റ് രേഖകളും അന്തിക്കാട് പോലീസ് കണ്ടെടുത്തു. പറപ്പൂക്കരയിൽ അമിത പലിശയ്ക്ക് പണം കൊടുത്ത പറപ്പൂക്കര സ്വദേശി തട്ടള ബെന്നിയെ പുതുക്കാട് പോലീസ് പിടികൂടി. ഇയാളുടെ വീട്ടിൽ നിന്ന് 500ഓളം പാസ്ബുക്കുകൾ പോലീസ് കണ്ടെടുത്തു. അനധികൃതമായി പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന പുത്തൂർ സ്വദേശി മോഹനനെ ഒലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് രേഖകളില്ലാതെ സൂക്ഷിച്ചിരുന്ന 1,21,050 രൂപയും അനധികൃതമായി ശേഖരിച്ചിരുന്ന ഡെപ്പോസിറ്റ് രസീതുകളും ബ്ലാങ്ക് ചെക്കുകളും ആധാരങ്ങളും അടങ്ങിയ രേഖകളും മറ്റും പിടിച്ചെടുത്തു. തൃത്തല്ലൂരിൽ വീട് കേന്ദ്രീകരിച്ച് അനധികൃത പണമിടപാട് നടത്തിയ സജിൽ ബാലകൃഷ്ണനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി രേഖകൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. എയർ ഗൺ, കഠാര എന്നിവയും റെയ്ഡിൽ കണ്ടെടുത്തു. അമിത പലിശയ്ക്ക് പണം കൊടുക്കുന്ന കാരളം ചെമ്മണ്ട സ്വദേശി കീറ്റിക്കൽ ലാസറിനെ കാട്ടൂർ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് മുദ്രാപത്രത്തിന്റെ രേഖകളും പോലീസ് പിടിച്ചെടുത്തു. അമിത പലിശയ്ക്ക് പണം നൽകിയിരുന്ന കാട്ടക്കാമ്പാൽ സ്വദേശി പ്രഹ്ലാദിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് ലീഫുകൾ, ആധാരങ്ങൾ, 25,000 രൂപ എന്നിവ കണ്ടെടുത്തു. കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന കുറുക്കൻപാറ പഴയ കോടതി റോഡിൽ താമസിക്കുന്ന തയ്യിൽ സജീവനെ കുന്നംകുളം പോലീസ് പിടികൂടി. 1,72,920 രൂപ, നിരവധി രേഖകൾ എന്നിവ കണ്ടെടുത്തു. കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ആദ്യ 8 റാങ്കുകളും ആൺകുട്ടികൾക്ക്. എറണാകുളം സ്വദേശി ബേസിൽ കോശി സജീവനാണ് 1ാം റാങ്ക്. മൂവാറ്റുപുഴ സ്വദേശി അരുൺ അശോകന് 2ാം റാങ്കും പത്തനംതിട്ട സ്വദേശി അബിൻ അലി ഖാൻ 3ാം റാങ്കും നേടി. SC വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി S സ്നേഹ 1ാം റാങ്കും N നവീൻ 2ാം റാങ്കും കരസ്ഥമാക്കി. ST വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശി V പ്രസീത 1ാം റാങ്കും ഭവ്യ 2ാം റാങ്കും നേടി. 83,460 പേരാണ് യോഗ്യത നേടിയത്. മുഹമ്മദ് റയീസ്, SR നിതിൻ, അരവിന്ദ് സുബ്രഹ്മണ്യൻ, സമാൻ S അഭിരാം, VK രാജലക്ഷ്മി, K ഷിനിയ എന്നിവരാണ് ജനറൽ വിഭാഗത്തിൽ 4 മുതൽ 10 വരെ റാങ്ക് നേടിയവർ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ സ്കോറും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഹയർ സെക്കൻഡറി മാർക്ക് ലഭിച്ച ശേഷം അതുകൂടി ചേർത്താകും പ്രസിദ്ധപ്പെടുത്തുക. മന്ത്രി PK അബ്ദുറബ്ബാണ് തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ചത്. ഫലം പ്രഖ്യാപിച്ച ഉടൻ തന്നെ വിജയികളെ മന്ത്രി ഫോണിൽ വിളിച്ച് അനുമോദിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1,03,398 വിദ്യാർത്ഥികളും മെഡിക്കൽ വിഭാഗത്തിൽ 93,897 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. അതിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 74,307 പേരും മെഡിക്കൽ വിഭാഗത്തിൽ
83,460 പേരും യോഗ്യത നേടി. വിവിധ കാരണങ്ങളാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 320 പേർ. അതിരപ്പള്ളി വനമേഖലയിൽ വൻ ചാരായ വേട്ട. 50 ലിറ്റർ ചാരായവുമായി പിടികിട്ടാപ്പുള്ളി ഉൾപ്പെടെ 2 പേരെ തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. അതിരപ്പള്ളി വെറ്റിലപ്പാറ സ്വദേശിയും നിരവധി അബ്കാരി കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയുമായ മമ്മാലി എന്ന സുരേഷ്, കൊമ്പൻ ശ്രീകാന്ത് എന്നിവരെയാണ് സ്ക്വാഡ് ഇൻസ്പെക്ടർ MF സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഉൾക്കാട്ടിൽ വളർത്ത് നായ്ക്കളുടെയും പന്നിപ്പടക്കമടക്കമുള്ള സജ്ജീകരണങ്ങളുടെയുമാണ് സംഘം ചാരായം വാറ്റിയിരുന്നത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KA ജോസഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ AK നാരായണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പട്രോളിംഗ് നടത്തുന്നതിന് ഇടെയാണ് ചാരായം പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനം ഡ്രൈ ഡേ ആയതിനാൽ ആ ദിവസത്തേക്കായി സജ്ജമാക്കിയതാണ് പിടിച്ചെടുത്ത ചാരായമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TM ബാനർജി, പ്രിവന്റീവ് ഓഫീസർമാരായ K മണികണ്ഠൻ, AB പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PB സിജോമോൻ, KK വത്സൻ, EK ബാബു, NG സുനിൽകുമാർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. വാർത്തയിലേക്ക്. മുൻ മന്ത്രി KP വിശ്വനാഥൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ഉന്നയിച്ച വിവാദ പ്രസ്താവനകൾ സംബന്ധിച്ച് KPCC അന്വേഷിക്കും. മുൻ KPCC പ്രസിഡന്റ് CV പത്മരാജനെയാണ് വിവാദ പ്രസ്താവനകളെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. KP വിശ്വനാഥൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം KPCC നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. DCC നേതൃത്വം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് KPCC ഉത്തരവിട്ടത്. പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിൽ നർമ്മദ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി അരങ്ങേറി. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാകാരന്മാർ പങ്കെടുക്കുന്ന വസന്തോത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ വസ്ത്ര വ്യാപാര രംഗത്തെ പ്രശസ്തരായ കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സുമാണ്. വസന്തോത്സവത്തിൽ നാളെ പ്രശസ്ത പിന്നണി ഗായകൻ ശങ്കർ മഹാദേവന്റെ സംഗീത പരിപാടിയാണ് അരങ്ങേറുക. വസന്തോത്സവം ഈ മാസം 18-ന് സമാപിക്കും. ഗജഘോഷയാത്രയും ആനയൂട്ടും പുഷ്പാർച്ചനയുമായി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ 12ാം അനുസ്മരണ ദിനം ആചരിച്ചു. ഒരു പിടിയാന അടക്കം 15 ആനകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ഉത്സവപ്പറമ്പുകളിലെ ഹരവും ആനപ്രേമികളുടെ പ്രിയങ്കരനുമായിരുന്നു ഗജകേസരി തിരുവമ്പാടി ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ തിരുവമ്പാടി ദിവസവും ആനപ്രേമികളും തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ അനുസ്മരണം ഇത്തവണയും ആചരിച്ചത് വിവിധ പരിപാടികളോടെയായിരുന്നു. 2002 മെയ് 15 അക്ഷയ തൃതീയ ദിനത്തിലാണ് 28 വർഷം തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കോലമേന്തിയിരുന്ന ചന്ദ്രശേഖരൻ ചരിഞ്ഞത്. തലയെടുപ്പിന് പുറമെ എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ശാന്ത സ്വഭാവിയും നാടൻ ആനയുമായ ചന്ദ്രശേഖരന്റെ വിയോഗം പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. മനുഷ്യരെ പോലെ ഗജവീരൻ ചന്ദ്രശേഖരനും അടിയന്തിരം നടത്തിയും ചിതാഭസ്മം തിരുനാവായിൽ നിമജ്ജനം ചെയ്തുമായിരുന്നു ഈ ആനയോടുള്ള ആരാധനയും ആദരവും അന്ന് ആനപ്രേമികൾ പ്രകടിപ്പിച്ചത്. 12ാം അനുസ്മരണ ദിനാചരണത്തിലും ആ കരിവീരനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ചന്ദ്രശേഖരൻ ഫാൻസുകാർ മറന്നില്ല. തൃശൂർ സ്വരാജ് റൗണ്ടിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഗജഘോഷയാത്രയും തുടർന്ന് തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ യോഗം എന്നിവയും സംഘടിപ്പിച്ചു. തിരുവമ്പാടി ശിവസുന്ദർ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ഛായാചിത്രമേന്തി. മൺമറഞ്ഞുപോയ മുൻഗാമിയെ അനുസ്മരിക്കാൻ പിടിയാന തിരുവമ്പാടി ലക്ഷ്മിയടക്കം 15 ആനകളാണ് എത്തിയത്. പരിപാടിയുടെ ഭാഗമായി ആനയൂട്ടും നടത്തി. തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് എറണാകുളം ശിവകുമാർ, പാറമേക്കാവ് രാജേന്ദ്രൻ, ഗുരുജിയിൽ ശ്രീപത്മനാഭൻ തുടങ്ങിയ പ്രശസ്തരായ കൊമ്പന്മാരും ഘോഷയാത്രയിലും ആനയൂട്ടിലും അണിനിരന്നു. ആനവിദഗ്ധരായ ഡോക്ടർ KC പണിക്കർ, ഡോക്ടർ ജേക്കബ് ചീരൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, സെക്രട്ടറി C വിജയൻ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഛായാചിത്രത്തെ വണങ്ങിയാണ് കരിവീരന്മാർ മടങ്ങിയത്. TCV ന്യൂസ് തൃശൂർ. തൃശൂർ മാറ്റാമ്പുറം വനത്തിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പേരാമംഗലം CI അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. വനത്തിൽ ഡ്രമ്മിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 706 ഡെറ്റനേറ്റർ, 1800 മീറ്റർ തിരി, 83 ജലാറ്റിൻ സ്റ്റിക്ക് എന്നിവയാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് മാറ്റാമ്പുറം സ്വദേശി മുള്ളൻ പോട്ടയ്ക്കൽ വർഗീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സീനിയർ CPOമാരായ ബിനൻ, രാജൻ, CPOമാരായ മനോജ്, അനിൽ എന്നിവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവ വിശേഷങ്ങൾ.
ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 5ാം ഉത്സവം ആഘോഷിച്ചു. ഇന്ന് രാവിലെ 3 ആനകളുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയായതിനു ശേഷം 17 ആനകളെ അണിനിരത്തിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തിരുവമ്പാടി ശിവസുന്ദർ ഭഗവാന്റെ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ പ്രത്യേക പന്തലിൽ കലാപരിപാടികൾ അരങ്ങേറി. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയടഞ്ഞ് ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ സദാ ജാഗരൂകരായി ഇരിക്കുകയാണ് എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ. സംസ്ഥാനത്തിന്റെ നിരവധി ക്ഷേത്രോത്സവങ്ങൾക്ക് ആനയെ നിയന്ത്രിക്കാൻ ഇവർ പോകാറുണ്ടെങ്കിലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ ആനയെ നിയന്ത്രിക്കുക എന്നത് ഭാരിച്ച ജോലിയാണ്. രാവിലെ 7 മുതൽ ആരംഭിക്കുന്ന എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളുടെ ജോലി അർദ്ധരാത്രി കഴിഞ്ഞും തുടരും. 8ഓളം അംഗങ്ങളാണ് ആംബുലൻസ് സൗകര്യത്തോടെ എത്തി ഈ വർഷം ഉത്സവത്തിനുള്ള ആനകളെ നിയന്ത്രിക്കുന്നത്. രാവിലെ 7 മണിയോടെ ശീവേലിക്ക് ആനകളെ ഒരുക്കുന്നത് മുതൽ ഇവരുടെ ജോലി ആരംഭിക്കും. പാപ്പന്മാർക്കും മറ്റും ഇവർ തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ശീവേലി ആരംഭിക്കുന്നതോടെ ഇവരുടെ ജോലിഭാരം ഇരട്ടിയാകും. ആനകളെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം ഉത്സവ ആസ്വാദകർ ആനകളെ തൊടാതിരിക്കാനും ഇവർ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. രാത്രി വിളക്കിനും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ തന്നെയാണ് ആനകളെ നിയന്ത്രിക്കുക. ജോലിഭാരം അധികമായിരുന്നാലും യാതൊരു ബുദ്ധിമുട്ടും അധികാരികളെ അറിയിക്കാതെയാണ് എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് സന്ധികളി എന്നറിയപ്പെടുന്ന കുറത്തിയാട്ടം. രാത്രി 7 മണിയോടെ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടപ്പുരയിലാണ് കുറത്തിയാട്ടം അരങ്ങേറുന്നത്. പഴയകാലത്ത് 36 യോഗം തുള്ളലും 36 യോഗം കുറത്തിയാട്ടവുമാണ് ക്ഷേത്രത്തിൽ ഉത്സവ ദിവസങ്ങളിൽ അരങ്ങേറാറുള്ളത്. പ്രശസ്ത കലാകാരന്മാരായ പെരുമന ശങ്കരൻ നായർ, ഗുരുവായൂർ ശേഖരൻ, KP നന്ദിപുലം തുടങ്ങിയ പ്രമുഖർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കൂടിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. ശിവനും പാർവതിയും കുറുവനും കുറത്തിയുമായി കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് കുറത്തിയാട്ടമായി അവതരിപ്പിക്കുന്നത്. 7 ദിവസം കൊണ്ടാണ് ക്ഷേത്രോത്സവത്തിൽ കുറത്തിയാട്ടത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അരങ്ങേറുക. പണ്ടുകാലത്ത് അരി, എണ്ണ, പച്ചക്കറി തുടങ്ങിയ ദക്ഷിണയായി വാങ്ങിയാണ് കലാകാരന്മാർ ക്ഷേത്രത്തിൽ ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത്. ഇപ്പോഴും ദേവസ്വം നൽകുന്ന തുച്ഛമായ പണം വാങ്ങിയാണ് സംഗമേശ്വര പ്രീതിക്കായി ഉത്സവ ദിവസങ്ങളിൽ കലാകാരന്മാർ കുറത്തിയാട്ടം അവതരിപ്പിക്കുന്നത്. സുസ്മിത, ഭാഗ്യലക്ഷ്മി, വേലായുധൻ നന്ദിപുലം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ വർഷം ക്ഷേത്രത്തിൽ കുറത്തിയാട്ടം അവതരിപ്പിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ വെസ്റ്റ് ബൂട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് ഉദാരമതികളുടെ സഹായം തേടുന്നു. കണ്ടശംകടവ് സ്വദേശി വാണിയത്ത് രാമകൃഷ്ണൻ മകൻ 36 വയസ്സുള്ള കണ്ണനാണ് ചികിത്സാ സഹായം തേടുന്നത്. സുഹൃത്തിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. മറ്റൊരു ബൈക്ക് നിയന്ത്രണം വിട്ട് കണ്ണൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ കണ്ണന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. തലയിൽ ഇതിനകം 2 ശസ്ത്രക്രിയകൾ നടത്തി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കണ്ണന് ഇനിയും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ കണ്ണന്റെ കുടുംബത്തിന് ഇത് സാധിക്കാത്ത സ്ഥിതിയാണ്. കണ്ണന്റെ ചികിത്സാ സഹായത്തിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 855110005555 എന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ് സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടത്. 2500 കോടിയിലധികം വരുന്ന കുടിശ്ശിക തീർക്കാൻ കഴിഞ്ഞ 8 മാസമായി നടപടിയെടുക്കാത്ത സർക്കാർ സമീപനം കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാരോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. വിൽപ്പനാ നികുതി കോമ്പൗണ്ടിങ്ങിന് പുറമെ ബില്ലുകൾ ഹാജരാക്കി കണക്ക് നൽകണമെന്ന ധനകാര്യ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് OG ബാബു അധ്യക്ഷത വഹിച്ചു. PK ജിമ്മി, പാവു ജോസഫ്, MK രാജൻ, CV രാജേഷ്, UN രാമചന്ദ്രൻ, ജോയ് ജോൺ പറപ്പള്ളി എന്നിവർ സംസാരിച്ചു. കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന ഇക്കാലത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് നിത്യസംഭവമാകുന്നു. പൊട്ടിയ പൈപ്പ് താൽക്കാലികമായെങ്കിലും അടച്ച് വെള്ളം പാഴാകുന്നത് ഒഴിവാക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അധികൃതർ വിവരമറിഞ്ഞ് ബന്ധപ്പെട്ടവരെ അയക്കുന്നതുവരെ പൊട്ടിയ പൈപ്പിൽ നിന്ന് കുടിവെള്ളം പാഴാവുകയാണ്. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്ത് നിന്ന് TCV ക്യാമറാമാൻ ലിജിഷ് മാനാമംഗലം പകർത്തിയ ദൃശ്യത്തിലേക്ക്. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും.
കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കേരള കർഷക നിയമസഭ സംഘടിപ്പിക്കുമെന്ന് കർഷക മോർച്ച ദേശീയ പ്രസിഡന്റ് ശങ്കർ നാരായണ റെഡ്ഡി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷക മിത്രം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പാരലൽ നിയമസഭ അടുത്ത മാസം അവസാനത്തോടെ തിരുവനന്തപുരത്താണ് സംഘടിപ്പിക്കുക. കർഷക ആത്മഹത്യ പെരുകുന്ന സാഹചര്യത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും സർക്കാരിന്റെ കർഷക വിരുദ്ധ നടപടികളും വളം വില വർധന തുടങ്ങിയവയും നിയമസഭയിൽ ചർച്ചാ വിഷയമാകും. ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കൃഷിയുമായി ബന്ധപ്പെട്ട 2 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധികൾ ഉന്നയിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം സമർപ്പിക്കുമെന്നും ശങ്കർ നാരായണ റെഡ്ഡി പറഞ്ഞു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PR മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി മാക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC-യുടെ നേതൃത്വത്തിൽ പീച്ചി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഫോറസ്റ്റ് വാച്ചർമാർക്ക് 26 ദിവസത്തെ വേതനം നൽകുക, എല്ലാ മാസവും 10-ാം തീയതിക്ക് മുൻപ് വേതനം നൽകുക, എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മുൻ MLA US ശശി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി P ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ സെക്രട്ടറി KK മണി, പാണഞ്ചേരി പഞ്ചായത്ത് വാർഡ് അംഗം BA മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് AIYF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് കോലം കത്തിച്ചത്. തുടർന്ന് നടന്ന ധർണ AIYF സംസ്ഥാന സെക്രട്ടറി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PJ ബെന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T പ്രദീപ് കുമാർ, AIYF സംസ്ഥാന സെക്രട്ടറി KP സന്ദീപ്, PR കൃഷ്ണകുമാർ, ശ്യാം പുതുക്കാട് എന്നിവർ സംസാരിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറനാട്ടുകര രാമകൃഷ്ണ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന വിഷയത്തിൽ സംസ്ഥാനതല സെമിനാർ നടത്തി. ശ്രീരാമകൃഷ്ണ മഠത്തിൽ നടന്ന സെമിനാറിൽ കൊടുങ്ങല്ലൂർ വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M ലക്ഷ്മി കുമാരി, PS സിദി മാസ്റ്റർ, S ദീപ, ഡോക്ടർ CS ജയറാം, C ബാബു എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2790, വെള്ളി 10 ഗ്രാമിന് 470, തങ്കം ഗ്രാമിന് 3000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 36 കേന്ദ്രങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജം. വോട്ടെണ്ണൽ വിശദാംശങ്ങളുമായി നാളെ രാവിലെ 7:30 മുതൽ TCVയിൽ തത്സമയ വാർത്താ ബുള്ളറ്റിൻ. തൃശൂർ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തി സർക്കാർ ഉത്തരവായി. ജനറൽ ആശുപത്രിയാകുന്നതോടെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ എയ്യാലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. തൃശൂരിൽ പൂജാരി ആക്രമിച്ച ആഭരണങ്ങൾ തട്ടിയെടുത്ത കേസിൽ +1 വിദ്യാർത്ഥികളായ 2 പേർ ഉൾപ്പെടെ 4-അംഗ ഗുണ്ടാ സംഘം പിടിയിൽ. അറസ്റ്റിലായവർ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ജില്ലയിൽ 30ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. 6 പേർ അറസ്റ്റിൽ. ലക്ഷക്കണക്കിന് രൂപ കണ്ടെടുത്തു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.